അപ്പോ ഞാൻ പറയുന്നത് സഖാഫി ആണ് പാസ്സായി എന്നൊക്കെ വന്നിട്ട് പത്രത്തിൽ വന്ന് 2 കൊല്ലം പഠിച്ച് ആ ഐക്യത്തിലാണ് സഖാഫി ബിരുദം കൊടുക്കൽ. അത് അയാൾക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ചിട്ടുണ്ട് സാറിന് അയാളുടെ സർട്ടിഫിക്കറ്റ്. എന്നിട്ട് ഈ കൂട്ടി ഇത് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കോടതിയിലും ആകുമോ? പക്ഷേ വേണോന്ന് ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ നിലവാരങ്ങളെന്നോ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം. കാരണം ഞങ്ങളെ ഉസ്താദുമാരെ ഒക്കെ ബഹുമാനിച്ചുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതെല്ലാം പറയുമ്പോൾ പറയുന്നത് അയാളെവിടെ ചീത്ത പറയുന്നത്, എവിടെ ചീത്ത പറഞ്ഞു ഞങ്ങളെവിടെ ചീത്ത പറഞ്ഞു നിങ്ങൾ? പിന്നെ ഞങ്ങളെ നേരത്തെ പറഞ്ഞില്ലേ ആക്രമിക്കാര്, ഗൂണ്ടായിസങ്ങള്, കേസ് എന്തെല്ലാം നിങ്ങൾ നോക്കിയില്ലേ? ഞങ്ങളുടെ സമ്മേളനത്തിന് ഇന്നലെ ഇത് പെർമിഷൻ കിട്ടുന്നത് ഞാൻ അവരോട് പറഞ്ഞ് പെർമിഷൻ ഇല്ലാതെ സമ്മേളനം നടത്താൻ സമസ്തക്ക് കഴിയും. അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടുത്തെ അധികാരികൾ. ഇന്ന് ഇത്ര ഒരു അച്ചുകെട്ടായ നിലക്ക് ഈ ഒരു പരിപാടി നടക്കുന്നത് സമുദായം വീക്ഷിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് വലിയ ബേജാറ് ഉള്ളോളം പോയല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞത് ഈ സമീം സഖാഫിനെ ചിന്തിക്കണം. ഇവനെ നേതാവ് പറയുന്നതറിയോ? അയാളെ ഒഴിവാക്ക്, ഞാനൊരു ഖത്തീബിനെ അയച്ചു തരാം. ആലോചിച്ചുകൊണ്ടെങ്കിൽ ഇത്ര വലിയ സ്വാർത്ഥത ഒരു വലിയ വലിയ നേതാക്കൾ പറയേണ്ട വാക്ക്. ഞാൻ പേര് പറയുന്നില്ല. ഈ നിലക്ക് ഈ കൂട്ടരെ ഒക്കെ കുട്ടികളെ ഒക്കെ പന്താണ്. ഈ കുട്ടികൾക്കൊന്നും അറിയുന്നില്ല വിഷയങ്ങൾ. ഇനി കുറെ രഹസ്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നേരത്തെ ഈ റഷീദാജി പറഞ്ഞതുപോലെ സ്വന്തം വിഷയങ്ങളെല്ലാം പറയുമ്പോ ഞങ്ങൾക്ക് വലിയ നാണക്കേടുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്നത് സമസ്ത ഹക്കാണ്, സമസ്തയുടെ പിന്നിലാണ് ജനങ്ങൾ നിൽക്കേണ്ടത്. അതിന്റെ തെളിവാണ് ഇത്രയും ആളുകൾ തെളിച്ചുകൂടി ഈ നിലയ്ക്ക് ഈ പരിപാടി മഹാന്മാരായ ആളുകൾ നിയന്ത്രിച്ചു വന്നുകൊണ്ട് ഇതിനെ നടത്തിത്തരുന്നത്. ഇനി നേതാക്കളുടെ സംസാരങ്ങളുള്ളത് കൊണ്ട് ഞാൻ നിർത്തുന്നു. ജനങ്ങൾക്ക് ആദരവ് വേണ്ടി. അതുകൊണ്ട് ഞാൻ പറയുന്നത് നേതാക്കൾ നിങ്ങളെ പറ്റിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾ നിങ്ങളെ ആക്ഷേപത്തെ ചിന്തിക്കണം. ഞങ്ങളുടെ ആക്ഷേപത്തിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണ്ട. ഞങ്ങളെ ഉസ്താദുമാരെയാണ് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആ ഉസ്താദുമാരെ ഒന്നിച്ചായിരിക്കും സ്വർഗത്തിൽ എന്ന് ഞങ്ങൾ ആശിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈമാൻ സലാമത്തായി ഹഖായ നിലക്ക് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആവേശങ്ങൾ നമുക്ക് വിഷയമല്ല. സമ്മേളനം നടക്കും, നാളെ നമ്മൾ മരിച്ചു പോവും. ആളുകളെ അപമാനിക്കാനും അവഹേളിക്കാനും ആളുകൾ സ്റ്റേജ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ അപമാനിച്ച് അവഹേളിച്ച് ഏതെല്ലാം നിലക്ക് നാട്ടിക ഉസ്താദിനെ കുറവ് പറഞ്ഞ് അമ്പലക്കടവ് ഫൈസി ഉസ്താദിനെ വ്യക്തിഹത്യ നിങ്ങൾ ചെയ്ത ആളുകള് നിങ്ങൾ മനസ്സിലാക്കിയത് സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങള് കൊണ്ട് എന്താക്കി ഈ നമ്മുടെ ഹമീദ് ഫൈസി ഉസ്താദിനെ ഒരു വലിയ നിലക്ക് അംഗീകാരം കൊടുപ്പിച്ചു വലിയ സമ്മേളനത്തിൽ. ഇതാണ് നിങ്ങൾ ഉണ്ടാക്കി തരുന്നത്. നിങ്ങൾ ഹാറൂൺ ഹസനെ കുറിച്ച് മിണ്ടിയാൽ ഇനിയും അയാൾക്ക് സ്ഥാനമുണ്ട് അന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. അതേ സ്ഥാനത്ത് നിങ്ങൾ മിണ്ടതിരിക്കല്. പക്ഷേ ഞാൻ സമസ്തന്റെ ആലിമീങ്ങളെ ഒന്നിച്ച് ഇരുന്നിട്ട് അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ വന്നവരാണ്. ഞങ്ങൾക്കും ഞങ്ങളുടെ ശിഷ്യന്മാർക്കാർക്കും ഒരു പോസ്റ്റും വേണ്ട, അതിനെ ആശിക്കുന്നുമില്ല. ഞങ്ങൾ അന്നും വരുമ്പോ ചിന്തിച്ചത് ഞങ്ങൾ മരിച്ചാലും മയ്യത്ത് കൊണ്ടുപോയിട്ടെങ്കിലും ആ സ്റ്റേജിൽ വെച്ചിട്ട് നിസ്കരിക്കും എന്ന നിലക്ക് നിയത്ത് ചെയ്തിട്ടാണ് ആ ആദ്യത്തേതായിരിക്കുന്ന കിന്യത്തിൻ്റെ പരിപാടി ഞാൻ സംബന്ധിച്ചിരിക്കുന്നത്. അത്ര പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, മാനസികമായി തളർത്തിയിട്ടുണ്ട്. എത്ര ആലിമീങ്ങൾ ഇന്ന് കരയുന്നവരുണ്ട്, ദുഃഖിപ്പിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പുറത്ത് തങ്ങള് ഏതെങ്കിലും നമ്മളെ പരിചയക്കാർ പോയാൽ മൂപ്പർ അവരോട് പലതും പറഞ്ഞ് പേടിപ്പിക്കുക. ഞാൻ പറയുന്നത്, ഓ തങ്ങളെ,
തങ്ങളെ ഞാൻ നിങ്ങളോട് വലിയ അദബ് സയ്യിദ് എന്ന നിലക്ക് കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്. നാടിനെ ഫിത്നയാക്കുന്ന വിഷയത്തിൽ ഈ ജനങ്ങള് നിങ്ങളെ പലതും പറഞ്ഞിട്ട് പലതും പറയിപ്പിക്കും. തങ്ങളെ നിങ്ങളത് റിക്വസ്റ്റ് നിങ്ങൾ ആരെയും പറയാതെ ഞമ്മക്ക് എല്ലാവർക്കും നമ്മളെ ആലിമീങ്ങളും നേതാക്കളും ഒക്കെ മരിച്ചതുപോയതുപോലെ നമുക്ക് നന്നായി മരിക്കേണ്ടതുണ്ട്. ഇത് ചിന്തിക്കണം. നാട്ടിൽ വല്ല ഫിത്ന ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് ദിവസം പെരുന്നാൾ ഉണ്ടാക്കുന്ന സിറ്റുവേഷന് ആരുണ്ടാക്കി? ഇതിനൊന്നും റഷീദാജ് ഉത്തരവാദിയല്ല. അതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് തല്ലുകൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതേ എപി വിഭാഗത്തിലുള്ള നേതാക്കളും തങ്ങളും ഒക്കെ ആയിരിക്കും അതിന്റെ ഉത്തരവാദി. ഇതിനൊക്കെ അള്ള കാണുന്നുണ്ട് എന്ന് മനസ്സിലായിക്കോളണം. ഞങ്ങൾക്ക് ഇതിന് സ്വാർത്ഥതയില്ല, സമസ്തക്ക് സ്വാർത്ഥതയില്ല. മദനി തങ്ങൾക്ക് എല്ലാവരോടും വലിയ ഇഷ്ടമാണ്, പാവങ്ങളോട്. അതുകൊണ്ട് ഉള്ളാടത്തെ ജനങ്ങളും കർണാടകത്തിന്റെ മുഴുവൻ ആളുകളും സമസ്തന്റെ പിന്നിലാണ് എന്ന സത്യമാണ് ഇത് പിടിച്ചോതുന്നത്. ഇനിയും അല്ലാഹു തആല ഈ സമസ്തയെ വലിയ ഇസ്സത്തിലാക്കി തരട്ടെ. സയ്യിദുൽ ഉലമക്ക് നേതൃത്വം വഹിക്കാൻ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും നൽകട്ടെ. ആലിക്കുട്ടി ഉസ്താദിക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇത് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. തോക്ക ഉസ്താദിന് ദീർഘായുസ്സുള്ള ആഫിയത്ത് കൊടുത്ത് നേതൃത്വം വഹിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെയുള്ള നേതാക്കൾക്ക് എല്ലാവർക്കും പടച്ചവനെ ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് പല നിലക്ക് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ഏതെല്ലാം നിലക്ക് നിന്റെ ദീനിനെ മോശപ്പെടുത്തുന്ന നിലക്ക് പല കറാമാത്തുകളും പറഞ്ഞ് ഏതെല്ലാം നിലക്ക് ജനങ്ങളെ വഴിപ്പിക്കുന്ന സമയത്ത് അല്ലാഹുവേ വരക്കൽ മുല്ലക്കോയ തങ്ങള് അതുപോലെ ശംസുൽ ഉലമ കനിയത്ത് ഉസ്താദും ഒക്കെ നേതൃത്വം വഹിച്ച സമസ്തയുടെ ഇസ്സത്ത് ഉയർത്തി തന്ന് അല്ലാഹുവേ ഇവിടുത്തെ സമുദായത്തെ ഈ ഫിത്നകളിൽ നിന്ന് ദലാലിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സയ്യിദ് മദനി തങ്ങളുടെ ദർബാറിനെയും ഇസ്സത്തിനെയും നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അതിന്റെ ഖാദിമീകളായ എല്ലാ കമ്മിറ്റി ഭാരവാഹികൾക്ക് ഇസ്സത്ത് നിലനിർത്തണേ റഹ്മാനെ. ദുരുദ്ദേശം വെച്ചിട്ട് സ്വാർത്ഥത വെച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ നീ നോക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നിന്നോട് ഒരു വിഷയവും ഞങ്ങളെ വേദനിപ്പിച്ചതിന്റെ പേരിൽ പറയാൻ കഴിയില്ല. നീ ഗനിയാണ്. നിന്നോട് ഒരു വ്യക്തിയെ കുറിച്ച് ഞങ്ങളെ അതുവാണെന്ന് പറഞ്ഞാൽ അതെന്തിനോ നീ പറയുന്നത്? അവരുടെ ഷറിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തിയാൽ പോരെ എന്ന് ആ നിലക്ക് നിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ് അല്ലാഹ്. ഞങ്ങളെ ശംസുൽ ഉലമയെ കുറവാക്കിയ കാലത്ത് സഹിച്ച് ഏതെല്ലാം നിലക്ക് ശംസുൽ ഉലമയെ കുറവാക്കാൻ വേണ്ടി വന്ന കാലത്ത് ശംസുൽ ഉലമ സഹിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മുഹിബ്ബീങ്ങളായ ഞങ്ങളെ ക്ഷമിച്ചു അല്ലാഹ്. ഇനി ഞങ്ങളെ പരീക്ഷണത്തിൽ പെടുത്താതെ ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാരൊക്കെ ഞങ്ങളുടെ പ്രവർത്തകന്മാരൊക്കെ ഈ സമ്മേളനത്തിന് വേണ്ടി പ്രവർത്തിച്ച് അധ്വാനിച്ച ആളുകൾക്കൊക്കെ നീ തക്കതായ പ്രതിഫലം നൽകണേ അല്ലാഹ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക المصير آمين برحمتك يا أرحم الراحمين.